എൻ്റെ വീട് നല്ലൊരു സംസ്കാരമുള്ള വീടാണെങ്കിൽ എൻ്റെ വീട്ടിൽ വളർന്ന കുട്ടി നല്ലവനായി വളരും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ നാട് നല്ലൊരു നാടാണെങ്കിൽ എൻ്റെ നാട്ടിൽ വളരുന്ന കുട്ടി ആ നാടിൻ്റെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും വരും. എൻ്റെ മതത്തിൽ വളരുന്ന കുട്ടിക്ക് എൻ്റെ മതവും എൻ്റെ സ്വഭാവവും അങ്ങനെയല്ല സുഹൃത്തുക്കളെ ഇപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ ഏത് വീട്ടിലും ഏത് നാട്ടിൽ ജീവിച്ചാലും ലോകം ഒരു ഗ്രാമമാണിന്ന്. എല്ലാം കുട്ടികൾ കാണുകയാണ്. ഏതോ വിദേശ നാടിലുള്ള കുട്ടിയുടെ പാൻസാണ് നമ്മുടെ കുട്ടി ധരിക്കുന്നത്. അതങ്ങനെ അവിടെ എത്തിയത് സുഹൃത്തുക്കളെ. നമ്മളാരും ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ആ പാൻസാണ് അവൻ, ആ ടീഷർട്ടാണ് അവൻ ധരിക്കുന്നത്. ആണിനും പെണ്ണിനും വേറെ വേറെ വേഷങ്ങളില്ല, യൂണിസെക്സ് ആണ്. എല്ലാ ആളുകൾക്കും ഒരേ വേഷം. എത്ര പെട്ടെന്നാണ് മാറുന്നു നിങ്ങൾക്കറിയും. വേഷവിധാനങ്ങളിൽ വരുന്ന മാറ്റം എത്ര പെട്ടെന്നാണ് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, നമ്മൾ അറിയാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ഇതെല്ലാം നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കാഴ്ചപ്പാട് മാറാൻ. പണ്ടൊരു കുട്ടി പ്രേമിച്ചാൽ ആ പ്രേമിച്ചവൾ എവിടെയെന്ന് വെച്ചാൽ അയൽപക്കത്തോ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു മലയാളിയോ കേരളക്കാരനോ ആകാം. ഇന്ന് പ്രേമിക്കുന്ന കുട്ടിയുടെ ഏത് കുട്ടിയാണ് പ്രേമിച്ചത് അത് വിദേശിയാണ്. ഏത് നാട്ടിൽ നിന്നും പ്രേമിക്കാം, ഏത് നാട്ടിലും ബന്ധങ്ങൾ ഉണ്ടാകാം, ഏത് നാടിൻ്റെ വേഷവും ധരിക്കാം, ഏത് നാടിൻ്റെ ഭക്ഷണവും ആവാം എന്ന് പറഞ്ഞാൽ ലോകം തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നായി പോകുമെന്ന് വിചാരിച്ച് നിർഭയത്വത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല പുതിയ തലമുറയുടെ ഉത്തരവാദിത്തമുള്ള ഞാനും നിങ്ങളും എന്ന് നമ്മൾ ആലോചിക്കണം.